ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. ജയചന്ദ്രൻ, ഒരു വിഷയത്തെ എത്ര കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ്. അതേസമയം നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തി 10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ജയചന്ദ്രൻ, എനിക്ക് ഒരു വിയോജിപ്പും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമിത്. ശ്രീ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇപ്പോൾ പറഞ്ഞത്, ദുഃഖവെള്ളിയുടെ ഈ ദിനത്തിൽ പറഞ്ഞത്, താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തിരിച്ചറിവിൻ്റെ, വിവേകത്തിൻ്റെ സ്വരം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ തിരിച്ചറിവിൻ്റെ, വിവേകത്തിൻ്റെ സ്വരം ഈ ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹത്തെ പോലൊരാൾ പറയുമ്പോൾ, ഇതിനു മുമ്പുള്ള നാളുകളിൽ, കഴിഞ്ഞ മാസങ്ങളായി മുനമ്പത്ത് ഈ വിഷയം എത്രമേൽ വൈകാരികമായി ആളിക്കത്തിച്ച് നിർത്തിയിരുന്നത് ആരൊക്കെയാണ് എന്നത് ഓർക്കാതിരിക്കാനും പറയാതിരിക്കാനും കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ. അതുകൂടെ ഉണ്ട്. ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള പ്രശ്നമായി ഇതിനെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണ്? അതിൽ BJP ഉണ്ട്, UDF ഉണ്ട്, ചില ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുണ്ട്, മുസ്ലിം സമുദായത്തിലെ ചില നേതൃത്വങ്ങളുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് ഈ വൈകാരിക പ്രശ്നമാക്കി ഇതിനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോഴൊക്കെയും സംസ്ഥാന സർക്കാർ പരസ്യമായി തന്നെ നിലപാട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ മുനമ്പത്തിനൊപ്പമാണ്, ഒരാളെയും അവിടുന്ന് കുടിയിറക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, വിവിധ മന്ത്രിമാർ പറഞ്ഞു. അതിനൊക്കെ മുമ്പ് ഇതിനാദ്യം നേതൃത്വം കൊടുക്കുന്ന സ്ഥലം MLA ആയ ഉണ്ണികൃഷ്ണൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം കണ്ടിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, മുനമ്പത്ത് നിന്ന് ഒരാളും കുടിയിറക്കപ്പെടില്ല. പക്ഷേ സ്ഥലം MLA-യുടെയോ മുഖ്യമന്ത്രിയുടെയോ LDF നേതാക്കളുടെയോ ആരുടെയും വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാവാതെ UDF നേതൃത്വവും BJP നേതൃത്വവും മാധ്യമങ്ങളും കുത്തിവെച്ച ഇതുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും ഉള്ളിലാക്കി സർക്കാരിനെതിരെ വൈകാരികമായി മുനമ്പം ജനതയെ തിരിക്കുന്ന സമീപനം എടുത്ത ഒരു വിഭാഗവും, ഇത് തങ്ങളുടെ സാമുദായിക പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും അണിനടന്ന് ഈ കയ്യേറ്റം ഉണ്ടായില്ല എന്നുള്ളതൊഴിച്ചാൽ നിരന്തരമായ വാക്കേറ്റങ്ങൾ എത്രയോ മാസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷമ്മി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പിതാവ് പറഞ്ഞത്, ചക്കാലക്കൽ പിതാവ് പറഞ്ഞത്, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക മുനമ്പം നിവാസികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും കാലവും തങ്ങളെ വഞ്ചിച്ചതാരാണ്, പറ്റിച്ചതാരാണ്, കബളിപ്പിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം വന്നത് മുനമ്പം സമരസമിതി കൺവീനറുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ പ്രസ്താവന തങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ബെന്നി പരസ്യമായി പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ സ്ഥിതിയും നമ്മൾ കണ്ടു. അപ്പോൾ ഗവൺമെന്റിന്റെ നിലപാട്, ആ ഗവൺമെന്റിന്റെ നിലപാട് വളരെ തുടക്കം മുതലേ വളരെ ഉറച്ച നിലപാടായിരുന്നു. അത് മുനമ്പം ജനതയ്ക്ക് പരിപൂർണമായും അവരുടെ ഒപ്പം നിൽക്കുന്ന, അവരെ ചേർത്ത് നിർത്തുന്ന സമീപനം തന്നെയായിരുന്നു. പക്ഷെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരാനിരിക്കുന്ന പ്രോസ് ആൻഡ് കോൺസ്? തീർച്ചയായും ജയചന്ദ്രൻ,